ഈ ഫോട്ടോയിൽ കാണുന്ന വ്യക്തിക്ക് ബ്രൈറ്റ് കേരളൈറ്റ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്. അദ്ദേഹം സയൻസുമായി ബന്ധപ്പെട്ടിട്ടാണ് വിഷയങ്ങൾ അവതരിപ്പിക്കാറ്. എന്നാൽ പലപ്പോഴും അദ്ദേഹം ദൈവത്തെ നിഷേധിക്കുന്ന രൂപത്തിലുള്ള പ്രസ്താവനകളൊക്കെ നടത്താറുണ്ട്. ചില ആളുകളിലേക്ക് അത്തരം ദൈവമില്ല എന്ന വിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പല രൂപത്തിലും പല വീഡിയോകളും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ്, അതിൻ്റെ ഒരു ഹെഡിങ് ആണ് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതിൽ അദ്ദേഹം പറയുന്ന വിശ്വാസികൾക്ക് ഉത്തരമില്ലാത്ത ഒരു ചോദ്യം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ, ഒരു പിഞ്ചു കുഞ്ഞിനെ ബലാത്സംഗം ചെയ്യുന്നു. അങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്രയോ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ എത്രയോ സ്ത്രീകൾ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെടുന്നു. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ടൊരു വ്യക്തി ഇങ്ങനെ നോക്കി നിൽക്കുന്നു. അപ്പോൾ ആ വ്യക്തിയെക്കുറിച്ച് എല്ലാം കണ്ടുകൊണ്ട് ആ കുഞ്ഞിനെ ബലാത്സംഗം ചെയ്യുന്നതും അത് കഴിഞ്ഞ് കൊലപാതകം നടത്തും എല്ലാം കഴിഞ്ഞു ഇതെല്ലാം മറവിൽ നിന്നുകൊണ്ട് ക്യാമറയിൽ പകർത്തിയെടുക്കുന്ന ഒരു വ്യക്തി, അതല്ലെങ്കിൽ ഒരു വ്യക്തി അത് കാണുന്നു. അപ്പോൾ അയാളോടുള്ള സമീപനം, അയാളിതിൽ ഒന്നും ഇടപെടുന്നില്ല. അയാളോടുള്ള സമീപനം നമുക്ക് എന്തായിരിക്കും? സ്വാഭാവികമായും ഏതൊരു മനുഷ്യനും ധാർമ്മിക ബോധമുള്ള ഏതൊരു മനുഷ്യനും ആ വ്യക്തിയോട് കടുത്ത അമർഷം രേഖപ്പെടുത്തും. അത് ശക്തി കൊണ്ടായാലും വാക്കുകൾ കൊണ്ടായാലും ബഹിഷ്കരണം കൊണ്ടായാലും ശക്തമായ നിലപാടുണ്ടായിരിക്കും. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ചോദ്യം ഇതാണ്: ദൈവം എല്ലാം കാണുന്നു എങ്കിൽ, ഇത്തരം അധാർമികമായ പ്രവർത്തികൾ കണ്ടുകൊണ്ട് ദൈവം ഇരിക്കുന്നു എങ്കിൽ, അത്തരമൊരു ദൈവത്തിനെക്കുറിച്ച് വളരെ മോശമായിട്ടുള്ള ഒരു അഭിപ്രായമാണ് നമുക്കുള്ളത് എന്നാണ്. എന്തായാലും ദൈവത്തിന് അദ്ദേഹത്തെ തടയാൻ കഴിവില്ല, ദൈവത്തിന് അദ്ദേഹത്തെ ഒന്നും ചെയ്യാൻ കഴിവില്ല. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് അദ്ദേഹം ഇതിലൂടെ പറഞ്ഞു വെക്കാൻ ശ്രമിച്ചത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കമൻറ്റ് ബോക്സിൽ കൃത്യമായി ഒരുപാട് ആളുകൾ വന്നുകൊണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശ്വാസികളുമുണ്ട്, അവിശ്വാസികളുമുണ്ട്. പക്ഷേ അവിശ്വാസികളാണ് ഏറ്റവും കൂടുതൽ വന്നുകൊണ്ട് അത് രേഖപ്പെടുത്തി പോകുന്നത്. അദ്ദേഹത്തിന് വളരെയധികം സപ്പോർട്ടീവായിട്ടൊക്കെ ചെയ്തുകൊണ്ട് ഇരിക്കുന്നു. പക്ഷേ ആളുകൾ ചിന്തിക്കാത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹം ആസ്ട്രോളജി പഠിച്ചൊരു വ്യക്തിയാണെന്ന് പറയും. ശരി, ആസ്ട്രോളജി പഠിച്ചൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യമൊക്കെ ന്യൂമറോളജിയും അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ടാവുമല്ലോ. ന്യൂമറോളജിയെക്കുറിച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു വലിയ കടലാണെന്ന് അദ്ദേഹത്തിന് അറിയില്ലേ? ന്യൂമറോളജിയും ആസ്ട്രോളജിയും കൂടെ കൂടി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രപഞ്ചത്തിൻ്റെ വലിയ വലിയ രഹസ്യങ്ങളെക്കുറിച്ച് നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ ന്യൂമറോളജി പഠിച്ചൊരു വ്യക്തിയോടാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് മനസ്സിലാകുന്ന രൂപത്തിൽ ഞാൻ പറയട്ടെ. ഇവിടെ ബുദ്ധിജീവിയായ മനുഷ്യനെ ഈ ഭൂമിയിലേക്ക് ഒരു ഖുർആനിലൂടെ പറഞ്ഞത് ഒരു ഖലീഫയായിട്ടാണ്. ഖലീഫ എന്ന് പറഞ്ഞാൽ ഒരു ഭരണാധികാരിയായിട്ടാണ് ഈ ഭൂമിയിലേക്ക് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിട്ടുള്ളത്. മനുഷ്യൻ വരുന്നതിന് മുമ്പ് ഭൂമിയെ സംവിധാനിച്ച് ഭൂമി വാസയോഗ്യമാക്കി, അതുപോലെ തന്നെ ഭൂമിയിലെ സസ്യങ്ങളും ജന്തുജീവജാലങ്ങളും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുന്നത്. അങ്ങനെ ബുദ്ധിജീവിയായ മനുഷ്യനെ സൃഷ്ടിച്ചയക്കുമ്പോൾ അവൻ്റെ കാര്യങ്ങളെ അവന് സ്വതന്ത്രമായി കൊണ്ട് അവൻ്റെ കാര്യങ്ങൾ ചെയ്യുവാനുള്ള അവസരം ഇട്ടുകൊടുത്തിരിക്കുകയാണ്. കാരണം ഈ ഭൂമിയിലൊരു ഭരണാധികാരിയായിട്ടാണ് അവനെ വിട്ടിരിക്കുന്നത്. പക്ഷേ ഈ ഭൂമിയിലെ ഏതൊരു ജീവജാലമായിക്കോട്ടെ, അത് സസ്യങ്ങളായിക്കോട്ടെ ജന്തുജീവജാലങ്ങളായിക്കോട്ടെ, ദൈവത്തിൻ്റെ നിശ്ചയമായിട്ടുള്ള ഒരു കതിർ സംവിധാനം, അതായത് ഓട്ടോമാറ്റിക് സിസ്റ്റം, അതായത് മുകളിൽ കാണുന്ന ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഗാലക്സികളുമെല്ലാം ഒരു ക്ലോക്കിലെ സൂചികളെന്ന പോലെ കൃത്യപാതയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ഇവയിലൂടെ ഈ ഭൂമിയിലുള്ള ജന്തുജീവജാലങ്ങളുടെയും മനുഷ്യരുടെയും കാര്യങ്ങൾ നിർണ്ണയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സഞ്ചാരപഥത്തിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? സൽക്രമങ്ങൾ പ്രവർത്തിക്കണം. ഒരു ടൈം എന്ന് പറയുന്നത് നമുക്ക് വേസ്റ്റ് ആക്കാനില്ല. അപ്പോൾ മനുഷ്യരുടെ കർമ്മങ്ങളും മുകളിൽ കാണുന്ന ഗ്രഹങ്ങളുടെ ചലനങ്ങളും ഏകോപിപ്പിച്ചിട്ടുണ്ട്, ബന്ധിപ്പിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, മനുഷ്യരിലേക്ക് വരുന്ന ഊർജം,
മനുഷ്യരിലേക്ക് വരുന്ന, മനുഷ്യരിൽ നിന്ന് അവൻ്റെ ഇലക്ട്രോണിക് തരംഗങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന, അവൻ്റെ തലച്ചോറ് ഉൽപ്പാദിപ്പിക്കുന്ന ഇലക്ട്രോണിക് തരംഗങ്ങൾ വഴി അവനിൽ നിന്നും കയറിപ്പോകുന്ന അവൻ്റെ കാഴ്ച, അവൻ്റെ കേൾവി, അവൻ്റെ സംസാരം, ഇതെല്ലാം ദൈവത്തിലേക്ക് ചിന്താവേഗതയിൽ എത്തിക്കുവാനുള്ള സാറ്റലൈറ്റുകളാണ് മുകളിൽ കാണുന്ന ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഗാലക്സികളൊക്കെ. അവയിലെല്ലാം അന്തർലീനമായി കിടക്കുന്ന ആത്മാവുകളുണ്ട്. ആ ഗ്രഹങ്ങളിലും നക്ഷത്രങ്ങളിലുമെല്ലാം ഈ ഭൂമിയിലെ സകല ജീവജാലങ്ങളെയും ബന്ധിച്ചിട്ടുണ്ട്. ഒരു ഉറുമ്പാണെങ്കിൽ പോലും അതിനെ ബന്ധിച്ചിട്ടുണ്ട്. ഒരു മരത്തിൽ നിന്ന്, ഈ ഭൂമിയിലെ ഏതെങ്കിലും ഭാഗത്ത് നിന്ന്, ആമസോണിൽ നിന്നോ അല്ലെങ്കിൽ എവിടെ നിന്നോ ആയിക്കോട്ടെ, ഒരു മരത്തിൻ്റെ ഒരു ഏറ്റവും ചെറിയ ഒരു ഇല പൊഴിഞ്ഞു വീഴുകയാണെങ്കിൽ പോലും ആ മരത്തിൽ നിന്ന് ഒരു സിഗ്നൽ ദൈവത്തിലേക്ക് പോകുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ പടച്ചവൻ എന്ന് പറയുന്നത് മജ്ജയും രക്തവും ഒഴുകുന്ന മാംസപിണ്ഡമല്ല, കല്ലും മണ്ണും പോലെ ഭൂമിക്ക് സമാനവുമല്ല. അവൻ ഉപരിയിലാണുള്ളത്. അവനിൽ നിന്നാണ് എല്ലാ ജീവജാലങ്ങളിലേക്കും ഊർജം വന്നുകൊണ്ടിരിക്കുന്നത്. ആ ഊർജം എത്തിക്കുവാനുള്ള സംവിധാനങ്ങളാണ് മുകളിൽ ക്രമീകരിച്ചു വെച്ചിട്ടുള്ളത്. അപ്പോൾ മനുഷ്യൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, മനുഷ്യൻ ഓട്ടോമാറ്റിക് സിസ്റ്റമാക്കി വെച്ച ആ സിസ്റ്റത്തോടൊപ്പം സഞ്ചരിക്കണം. മുകളിൽ കാണുന്ന അവ നമ്മെ കാത്തു നിൽക്കില്ല. സൂര്യനും ചന്ദ്രനും ഒന്നും നമ്മെ കാത്തു നിൽക്കില്ല. അതിനോടൊപ്പം നമ്മൾ എന്ത് ചെയ്യണം? പ്രവർത്തനങ്ങൾ ഉണ്ടാവണം. നമ്മൾ സൽക്രമം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താവും? നമ്മളിലേക്ക് സൽക്രമങ്ങൾ മാത്രമേ, നല്ല കാര്യങ്ങൾ മാത്രമേ വരികയുള്ളൂ. എന്നാൽ നമ്മൾ ദുഷ്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അണ്ണുമണി തൂക്കമാണെങ്കിലും അത് നമ്മളിലേക്ക് തിരിച്ചു വരും. നിങ്ങൾ കണ്ടിട്ടില്ലേ? അംഗവൈകല്യമുള്ളവർ, ലിംഗവൈകല്യമുള്ളവർ, ജനിതക വൈകല്യമുള്ളവർ, ഓട്ടിസം ബാധിച്ചവർ, കാഴ്ചയില്ലാത്തവർ, കേൾവിയില്ലാത്തവർ, പല രൂപത്തിലുള്ള വൈകല്യങ്ങളുള്ളവർ, ഇതെല്ലാം എങ്ങനെ ഉണ്ടായി? അവരവരുടെ കർമ്മത്തിൻ്റെ ഫലമാണ്. പടച്ചവൻ ഖുർആനിൽ കൃത്യമായി പറയുന്നുണ്ട്, നിങ്ങൾ എന്ത് പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടോ അതെല്ലാം നിങ്ങളുടെ കരങ്ങൾ മുമ്പ് ചെയ്തു വെച്ചതിൻ്റെ ഫലമാണ്. നിശ്ചയം അന്ത്യനാളിൽ കണ്ണ് കാണാത്തവനായി എഴുന്നേൽപ്പിക്കപ്പെടുന്ന ആളുകളുണ്ട്, തലകുത്തി നടക്കുന്ന ആളുകളുണ്ട്. അതെന്താണ്? അതൊക്കെ ഖുർആൻ പറഞ്ഞ വിഷയങ്ങളാണ്. അപ്പോൾ ഈ നരകശിക്ഷ, അന്ത്യനാളിൽ നരകശിക്ഷ വേറെയുമുണ്ട്. ഈ ഭൂമിയിൽ തന്നെ നാം വീണ്ടും വീണ്ടും ജനിക്കുന്നുണ്ട്. കേരളത്തിൽ ജനിച്ച് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മരണപ്പെട്ടു പോകുന്നത് പോലെ നമ്മൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജനിക്കുന്നുമുണ്ട്. വിവിധ മാതാപിതാക്കൾക്ക് ജനിക്കുന്നുമുണ്ട്. അപ്പോൾ ആളുകൾക്ക് സംശയമുണ്ടാവും, അതെങ്ങനെയാണ്? മരണമെന്ന് പറയുന്നത് നമ്മുടെ ആത്മാവും ശരീരവും വേർപിരിയുകയാണ്. നമ്മുടെ ശരീരം എങ്ങനെയാണോ ആദ്യപടി ഉണ്ടായത്, മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ ബീജവും അണ്ഡവും കൂടിച്ചേർന്ന് ഒരു വിത്ത് പാകാൻ മാത്രം ഒരു മണ്ണ് പാകപ്പെടുത്തിയെടുത്തതുപോലെ, ഒരു വിത്ത് പാകണമെങ്കിൽ നമ്മളൊരു മണ്ണിനെ പാകപ്പെടുത്തിയെടുക്കണ്ടേ എന്നതുപോലെ ദൈവം ആദ്യം ചെയ്യുന്നത് അണ്ഡവും ബീജവും കൂടിച്ചേർന്ന് ഒരു മാംസപിണ്ഡ രൂപത്തിലാക്കിയെടുത്ത് അതിലേക്ക് ദൈവം മനുഷ്യൻ്റെ ആത്മാവിനെ നിക്ഷേപിക്കുന്നു. അവിടെ നിന്നും അതിൻ്റെ വേരുകൾ അതിനെ അനാവരണം ചെയ്ത് ആ ആത്മാവെന്ന സോഫ്റ്റ്വെയറിൽ എപ്രകാരമാണോ ക്രമീകരിച്ചിട്ടുള്ളത് അപ്രകാരം അവൻ പുറത്തു കൊണ്ടുവരും. ഇനി മാതാവിൻ്റെയും പിതാവിൻ്റെയും സ്വരൂപം എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ആരിൽ നിന്നാണോ അണ്ഡവും ബീജവും കൂടിച്ചേർന്നതെങ്കിൽ അവരിൽ നിന്നുള്ള സ്വരൂപം തന്നെയാണ് ഉണ്ടാവുക. കാരണം എന്താണ്? ഊർജത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഊർജം എന്തിലേക്ക് പ്രവേശിക്കുന്നുവോ അതിനെ പുറത്തു കൊണ്ടുവരും. ഒരു സുഗന്ധമുള്ള ചെടിയുടെ മുകളിലൂടെ വരുന്ന കാറ്റിന് സുഗന്ധമാണ് ഉണ്ടായിരിക്കുക. ആ കാറ്റിൽ ഊർജമുണ്ട്. അപ്പോൾ അതിലുള്ള ഊർജം വഹിച്ചു വരുന്നത് ആ സുഗന്ധത്തെയാണ്. എന്നതുപോലെ തന്നെയാണ് ഒരു കച്ചറക്കൂനയുടെ മുകളിലൂടെ വരുന്ന ഒരു കാറ്റിന് അതിൻ്റെ ഊർജം വഹിച്ചു കൊണ്ടുവരുന്നത് ചീത്ത സ്മെല്ലായിരിക്കും. അപ്പോൾ നമ്മൾ കറുത്തവരെന്നോ വെളുത്തവരെന്നോ അല്ലെങ്കിൽ മറ്റുള്ളതോ അതൊന്നും ഇവിടെ ലോകത്ത് ജീവിക്കുന്നതിൽ ഒരു വിഷയവുമില്ലാത്ത കാര്യമാണ്. കാരണം നാളെ നമ്മൾ എങ്ങനെ വേണമെങ്കിലും ജനിക്കാം. ഏത് കറുത്തവർക്ക് വേണമെങ്കിലും ജനിക്കാം, ഏത് വെളുത്തവർക്ക് വേണമെങ്കിലും ജനിക്കാം. ഇതൊന്നും പ്രശ്നമില്ല. പക്ഷേ നമ്മുടെ കർമ്മങ്ങൾ, നമ്മുടെ മുമ്പ് നമ്മൾ ഏത് കാലത്ത് ജീവിക്കുന്നു, ഇപ്പം നമ്മുടെ ജീവിതകാലമാണ്. ഈ ജീവിതകാലത്ത് നമ്മൾ നന്മ ചെയ്താൽ, സൽക്രമങ്ങളിലൂടെ വിശ്വാസിയായും കൊണ്ട് സൽക്രമങ്ങളിലൂടെ മുന്നേറിയാൽ മാത്രമേ നമുക്ക് നല്ലത് വരികയുള്ളൂ.
അല്ലെങ്കിൽ എന്താണ്, അവരിവിടെ ചെയ്തു കൂട്ടിയ തിന്മകളെല്ലാം അവർക്ക് ലഭിക്കപ്പെടും. കാരണം അന്ത്യനാൾ വരെ, ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ 2 പേർ ഉയർത്തെഴുന്നേറ്റ് വരുന്ന സമയത്ത്, മനുഷ്യനെ വിചാരണയ്ക്ക് വേണ്ടി ദൈവം വിളിച്ച് ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന സമയത്ത് 2 മനുഷ്യർ പരസ്പരം പറയും, നമ്മൾ ഒരു ദിവസമേ ഭൂമിയിൽ കഴിച്ചു കൂട്ടിയിട്ടുള്ളൂ. അപ്പോൾ വിശ്വാസിയായി ജീവിച്ചവരും വിജ്ഞാനമുള്ളവരുമായ ആളുകൾ എന്താ പറയാന്നറിയോ? അല്ല, നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാൾ വരെ ഭൂമിയിൽ കഴിച്ചു കൂട്ടിയിട്ടുണ്ട്, നിങ്ങളത് അറിയുന്നില്ല എന്നാണ്. ദൈവം നാം അറിയാതെ നമ്മളെ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നു. നമുക്ക് കേൾവിയും കാഴ്ചയും ഒന്നുമില്ല നമ്മുടെ ആത്മാവിന്, അതെല്ലാം ദൈവത്തിനാണുള്ളത്. നമുക്ക് ഓരോ മാതാപിതാക്കളിലൂടെ വരുമ്പോൾ നമുക്ക് കേൾവിയും കാഴ്ചയൊക്കെ തരുന്നുണ്ട്. എന്നാൽ നമ്മുടെ കർമ്മങ്ങളുടെ പോരായ്മ മൂലം, അതല്ലെങ്കിൽ നമ്മൾ മുൻപ് ചെയ്തു വെച്ചതിൻ്റെ ഫലമായും കൊണ്ട് നമ്മുടെ കരങ്ങൾ, നമ്മുടെ നാവ്, അതുപോലെ തന്നെ നമ്മുടെ തെമ്മാടിത്തരങ്ങൾ, ഇതെല്ലാം നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരുന്ന അവസ്ഥയിൽ ഒരുപക്ഷെ നമുക്ക് കാഴ്ചയുണ്ടാവില്ല, ഒരുപക്ഷെ നമുക്ക് കേൾവി ഉണ്ടാവില്ല, ഒരുപക്ഷെ നമുക്ക് ഭൂമിയിലൂടെ ഇഴഞ്ഞു നടക്കേണ്ടി വരുന്നൊരവസ്ഥയുണ്ടാകും. അപ്പോൾ ഇവിടെ പടച്ച തമ്പുരാന് തോൽപ്പിക്കാൻ ആർക്കുമാവില്ല. ഇവിടെ അന്ത്യനാളിലാണ് പ്രധാനമായ പ്രതിഫലം നൽകുന്നത്. ഏറ്റവും പ്രധാനമായ പ്രതിഫലം നൽകുന്നത് അന്ത്യനാളിലാണ്. ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ട പെൺകുട്ടിയോട് ചോദിക്കും, നീ എന്തിനാണ് കുഴിച്ചു മൂടപ്പെട്ടത് എന്ന് ചോദിക്കുന്ന ഒരു ദിവസം നമുക്ക് എല്ലാവർക്കും വരാണ്ട്. എല്ലാ മനുഷ്യരും പഞ്ചപുച്ഛമടക്കിയിട്ട് പടച്ച റബ്ബിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന ഒരു അവസ്ഥ വരാണ്ട്. ആ അവസ്ഥയ്ക്ക് മുമ്പ് ഈ ഭൂമിയിൽ തന്നെ ശുദ്ധീകരണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ശുദ്ധീകരണം എന്താണ് ലക്ഷ്യം വെക്കുന്നത്? ദൈവത്തിൻ്റെ മതമായ ഇസ്ലാം കൽപ്പിക്കുന്നത് എന്താണ്? വിശ്വാസിയായും കൊണ്ട് മനുഷ്യരെ നിങ്ങളുടെ സൃഷ്ടാവ് ഏകനാണ് എന്നും അവനെ മാത്രം ആരാധിക്കുക, അവനോട് മാത്രം പ്രാർത്ഥിക്കുക, സൽക്രമങ്ങൾ ചെയ്യുക, ദുഷ്കർമ്മങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക, അതുപോലെ തന്നെ അവൻ നൽകിയ സമ്പത്തിൽ നിന്ന് ചെലവഴിക്കുക, ഗ്രഹങ്ങളുടെ സഞ്ചാരപഥത്തിനനുസരിച്ച് നിർണ്ണയിക്കപ്പെട്ട ആരാധനാകർമ്മങ്ങൾ അത് കൃത്യമായി നിങ്ങൾ നിർവഹിക്കുക. ഇതാണ് ഋജുവായ മതം, ഇതാണ് പ്രപഞ്ച സൃഷ്ടാവിൻ്റെ മതം. വിശ്വസിക്കുകയും സൽക്രമങ്ങൾ പ്രവർത്തിക്കുക. അപ്പോൾ എന്താണ്, നമ്മൾ പ്രവർത്തിക്കുന്നതിനനുസരിച്ച് ഗ്രഹങ്ങളുടെ സഞ്ചാരപഥത്തിനനുസരിച്ച് നമ്മളിലേക്ക് നന്മ മാത്രമേ വരുള്ളൂ. നമ്മൾ തിന്മ ചെയ്താൽ നമ്മളിലേക്ക് തിന്മയെ വരുള്ളൂ. ഇതാണ് ഇതിൻ്റെ യഥാർത്ഥ ഉത്തരം. അപ്പോൾ നല്ല സൽക്രമങ്ങൾ ചെയ്തുകൊണ്ട് നമ്മൾ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക, അല്ലാതെ നമുക്ക് മാർഗമില്ല. പടച്ച റബ്ബിന് കീഴ്പ്പെടുകയല്ലാതെ ഒരു മനുഷ്യനും രക്ഷയില്ല. നമുക്ക് ആകാശത്തേക്ക് കയറിപ്പോകാനോ ഭൂമിയിൽ ആഴ്ന്ന് രക്ഷപ്പെടാനോ ഈ പ്രപഞ്ചത്തിൽ നിന്ന് പുറത്തു കടക്കാനോ നമുക്ക് സാധ്യമല്ല. പടച്ച നമ്മളൊരു റൂബിക്സ് ക്യൂബ്, അതിൻ്റെ കൃത്യമായ അൽക്കുലിതം ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായ പാറ്റേണിൽ തിരിച്ചാൽ മാത്രമേ അത് 6 വശവും ശരിയാവുകയുള്ളൂ. എന്നതുപോലെ തന്നെയാണ് ജീവിതം. എങ്ങനെയെങ്കിലും ഓടിയിട്ട് നമ്മൾ ഊടുവഴിയിൽ ഓടിയിട്ട് കഴിച്ചിലാവുമെന്ന് നമ്മൾ വിചാരിക്കേണ്ട. അതിന് നമുക്ക് ജീവിതം ഈ ഭൂമിയിലും പരലോകത്തും വിജയിക്കണമെങ്കിൽ സൽക്രമങ്ങൾ ചെയ്യുക, വിശ്വാസിയായും കൊണ്ട് സൽക്രമങ്ങൾ ചെയ്യുക, ദുർമൂർത്തികളെ വെടിയുക, ഐഡിൽ വേർഷിപ്പ്, അതുപോലെ മറ്റുള്ള കാര്യങ്ങൾ, പുണ്യാളന്മാരെ ഉപാസിക്കുന്നത്, ഇതെല്ലാം നിർത്തുക. എന്നിട്ട് ആകാശഭൂമികളുടെ സൃഷ്ടാവായ ആ പരിശുദ്ധനായ പടച്ച തമ്പുരാനെ മാത്രം ആരാധിച്ച് ജീവിക്കുക. പിന്നെ കുട്ടികളെ കൊല്ലുന്നതും ബലാത്സംഗം ചെയ്യുന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതൊന്നും അവൻ കണ്ടില്ല എന്ന് നടിക്കല്ല. ഇതിനൊക്കെ കൃത്യമായ അവരവരുടെ പ്രവർത്തനത്തിനനുസരിച്ച് കൃത്യമായ മറുപടി അവർക്കുണ്ടായിരിക്കും. അവരുടെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം അവർക്കത് നൽകിക്കൊണ്ടിരിക്കും. അവരറിയാതെ അവരെ പടിപടിയായി പിടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ചോദിക്കുക, എന്തിനാണ് നമ്മളെ പഠിച്ചു നാം അറിയാത്ത രൂപത്തിൽ സൃഷ്ടിക്കുന്നത്, എന്നിട്ട് എന്തിനാണ് ശിക്ഷിക്കുന്നത് എന്ന് ചോദിക്കും. ഇതിൻ്റെ അന്തിമ തീരുമാനമെത്തുന്ന ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ദിവസത്തിൻ്റെ അന്ന് നമ്മളിലേക്ക് നമ്മൾ ചെയ്ത കർമ്മങ്ങളുടെ രേഖ നൽകപ്പെടും. അപ്പം അന്നേരം നമ്മൾ എല്ലാ വിഷയങ്ങളും അറിയും. ഒരാൾക്കും ഒഴിവ് പറയാൻ കഴിയുകയില്ല. ശാശ്വതമായ നരകം വരാനുണ്ട്. അത്തരം തെമ്മാടിത്തരങ്ങൾ ചെയ്തവർക്ക് ശാശ്വതമായ നരകം വരാനുണ്ട്. ഇവിടെയാണ് ഇസ്ലാമിൻ്റെ കൃത്യമായ മറുപടികളുള്ളത്. ആളുകളെ വെറുതെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട്
അവരെ പിഴപ്പിച്ചിട്ട് താങ്കൾക്ക് എന്ത് ലഭിക്കാനാണ്? നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അത് സ്വീകരിക്കുക.